ഫോർട്ട് വൈപ്പിൻ ജലപാതയിലെ യാത്രയ്ക്ക് പുതിയൊരു റോറോ കൂടി ഇറങ്ങിയിരിക്കുകയാണ്. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോറോ നീറ്റിലിറക്കി. കൊച്ചിൻ സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ റോറോ നിർമ്മിച്ചിരിക്കുന്നത്. ജൂലൈ 15 സർവീസ് തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഫോർട്ട് കൊച്ചി വൈപ്പിൻ ജലപാതയിലെ ഗതാഗതത്തിന് കൂടുതൽ കരുത്തേകാനാണ് പുതിയൊരു റോറോ കൂടി എത്തുന്നത്. 14 ട്രക്കുകളും 12 കാറുകളും 50 യാത്രക്കാർക്കും ഒരേ സമയം പുതിയ റോറോയിൽ യാത്ര ചെയ്യാൻ കഴിയും. അടുത്ത മാസം 15 ഇതിന്റെ സർവീസ് തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പുതിയ റോറോ എത്തുന്നതോടെ നിലവിലുള്ള 2 റോറോകളിൽ ഓരോന്നായി അറ്റകുറ്റപ്പണികൾക്കായി ഡ്രൈഡോക്കിലേക്ക് മാറ്റാൻ കഴിയും. നിലവിൽ ഒരു റോറോ തകരാറിലായാൽ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ജലപാതയിലെ ഗതാഗതം പൂർണ്ണമായും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം പതിവാണ്. അതേസമയം റോറോ സർവീസ് കൊച്ചി കോർപ്പറേഷന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് മേയർ വി.കെ. മിനിമോൾ വ്യക്തമാക്കി. ദീർഘനാളായുള്ള കൊച്ചിയുടെ ആവശ്യം മൂന്നാമത്തെ ഒരു റോറോ, ഒരു സ്റ്റാൻഡ് ബൈ റോറോ നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ UDFന്റെ ഒരു ഭരണസമിതിക്ക് തന്നെ അതിൻ്റെ ആ CSML ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റായിട്ടാണ് ഈ റോറോ ഉദ്ഘാടനം നടന്നിരിക്കുന്നത്. ആദ്യത്തെ റോറോ നീറ്റിലിറങ്ങിയത് മുതൽ ഇപ്പോൾ വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ കോർപ്പറേഷൻ വൻ ബാധ്യതയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിലവിൽ അങ്ങനത്തെ സാഹചര്യമല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോറോ സർവീസ് ജനങ്ങൾക്ക് കൂടി നല്ല രീതിയിലുള്ള സർവീസ് കിട്ടുന്ന വിധത്തിൽ കോർപ്പറേഷന് നഷ്ടമല്ലാത്ത രീതിയിലുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. നിലവിൽ സർവീസ് നടത്തിപ്പ് കൈകാര്യം ചെയ്യുന്ന KSINCയിൽ നിന്ന് ചുമതല മാറ്റുന്ന കാര്യവും കൊച്ചി കോർപ്പറേഷൻ ആലോചിക്കുന്നുണ്ട്. ജലമെട്രോയോ KMRL പോലെയുള്ള മറ്റ് ഏജൻസികളെയോ ഏൽപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് മേയർ അറിയിച്ചു. മൂന്നാമത്തെ റോറോ എത്തുന്നതോടെ ഫോർട്ട് കൊച്ചി വൈപ്പിൻ യാത്ര കൂടുതൽ സുഗമമാകുമെന്നും പകരം സർവീസ് ഉറപ്പാക്കി യാത്രക്കാരുടെ ദുരിതത്തിന് അറുതി വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കൊച്ചി കോർപ്പറേഷൻ. ന്യൂസ് മലയാളം, കൊച്ചി.